രാഹുലിന്റെ ഈ വരവ് ഏതൊക്കെ തരത്തിലാണ് വായിച്ചെടുക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ എന്നുള്ളതിൽ കഴിഞ്ഞ കുറേ ദിവസമായി സജീവ ചർച്ച നടക്കുന്നതാണ്. അത്തരത്തിലുള്ള ചർച്ചകൾക്കെല്ലാം പരിസമാപ്തിയായി രാഹുൽ സഭയിലേക്ക് എത്തി. രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാഹുൽ സഭയിലേക്ക് എത്തുന്ന വിഷയമൊക്കെ ചോദിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള നിലയിലാണ്. പക്ഷേ ആ ക്ലോസ് ആക്കിയ ചാപ്റ്റർ, ആ അധ്യായം വീണ്ടും തുറക്കുകയാണ് രാഹുൽ എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ എതിർപ്പിനെയൊക്കെ മറികടന്ന് തന്നെ സഭയിലേക്ക് എത്തുന്നു. സഭയിലേക്ക് എത്തി അധികം വൈകാതെ സഭാ നടപടികൾ പൂർത്തിയാകും മുൻപ് രാഹുൽ സഭയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. മടങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. നാളെയും സഭയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാഹുലിൻ്റെ നിലപാട്. അടൂരിനാണ് രാഹുൽ മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് സമാധാനപരമായി സഭാ നടപടികൾ പൂർത്തിയായെങ്കിൽ നാളെ പക്ഷേ അങ്ങനെയാകില്ല. നാളെ രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ ഇന്നത്തേതുപോലെ അനുശോചന പ്രസംഗം നടക്കുന്നതിൻ്റെ സമാധാനമൊന്നും സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതിശക്തമായ പ്രതിഷേധം ഭരണപക്ഷത്തു നിന്നും ഉണ്ടാകും. ആ പ്രതിഷേധത്തെ പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രാഹുലിന് പ്രതിരോധ കവചം ഒരുക്കാൻ എന്തായാലും വി ഡി സതീശൻ മുന്നിട്ടിറങ്ങാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. രാഹുൽ ആ വിഷയത്തെ പ്രതിരോധിക്കേണ്ടി വരും. അല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുൽ സഭയിൽ എത്തിയതിനോട് കാര്യമായ വിയോജിപ്പില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതായത് കോൺഗ്രസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായം നിലനിൽക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുലിന് വന്നിറങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ സജീവമാകാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിയമസഭ തന്നെയാണ്. പുറത്ത് എവിടെ പോയാലും ശക്തമായ പ്രതിഷേധം, പൊതുപരിപാടികൾ പങ്കെടുക്കാൻ പോയ രാഹുലിന് നേരിടേണ്ടി വരും. പക്ഷേ ഇതിപ്പോൾ ഇന്ന് SFIയുടെ ഒരു ചെറിയ പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതിഷേധം രാഹുലിനെതിരെ ഉണ്ടായതുമില്ല, സഭയ്ക്കകത്തും അതോടൊപ്പം തന്നെ പുറത്തും. ആ ഒരു വിഷയത്തിൽ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ വി ഡി സതീശനൊപ്പമുള്ള നേതാക്കളെല്ലാം തന്നെ രാഹുലിന്റെ വരവ് ശരിയായില്ല, പ്രതിപക്ഷം സഭയിൽ ഉയർത്താൻ പോകുന്ന വളരെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേതാക്കൾ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിന്റെ ഈ വരവിൽ.